ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാട വെച്ചിട്ട് ഒരു മസാലക്കാടയാണ് ചെയ്യുന്നത്. ഈ കാടയൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ പേരും അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കൂടുതലും പതിവ്. നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല കാട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 കാടയാണ് എടുത്തിട്ടുള്ളത്. ഈ കാട നന്നായിട്ട് കഴുകി ഉള്ളിലൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാലക്ക് ഇതിൽ പിടിക്കാനായിട്ട്. പിന്നെ ഞാനിത് സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ സ്കിന്നോട് കൂടിയുള്ള കാട കിട്ടിയതുകൊണ്ട് ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. നമുക്ക് സ്കിന്നില്ലാതെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്കിതുപോലെ തന്നെ ചെയ്യാൻ. അപ്പോൾ നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം ആദ്യം. അതിനു വേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടില്ല മല്ലി എടുത്തിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ മല്ലി, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 വലിയ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 മീഡിയം സൈസിലുള്ള സവോളയാണ്. അത് നമുക്ക് ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഈ ഡിഷിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ട ഒരു 4 പീസാക്കി എടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 ഏലക്ക, ഒരു 4 ഗ്രാമ്പു കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മൂക്കുന്ന മണം വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി വരണം. ഉള്ളി ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ കളറും ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയാണ്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടാണിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മളിതിലിനി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല. നമ്മുടെ ഈ മല്ലിയുടെ ടേസ്റ്റാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. കാരണം ഇത് ഒന്ന് വറ്റി വരുമ്പോൾ അല്പം കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നമുക്കത് വറ്റിച്ച് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കണം.
ഈ ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കാട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്ത കാടയാണിത്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല, അപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കണ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ചുകൊണ്ടിരിക്കണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ മസാല വരുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കേണ്ടത്. കാടയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഈ ടൈമിൽ നമുക്ക് ഒരു 1/2 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ ഫ്ലേവറാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ അളവൊന്ന് കുറക്കാം. പക്ഷേ കൂടുതൽ മല്ലിയില ചേർക്കുന്നതായിരിക്കും ഇതിലേക്ക് നല്ല ടേസ്റ്റ്. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനിലും ചെയ്തെടുക്കാം. ചിക്കൻ ആകുമ്പോൾ കുക്കിംഗ് ടൈം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മസാലയോട് കൂടെ തന്നെ ഒന്ന് കുക്കറിലിട്ട് ഒരു വിസിൽ വെത്തിയതിന് ശേഷം അതുപോലെ ഒരു പരന്ന ചട്ടിയിലേക്കിട്ട് ഒന്ന് ഇതുപോലെ വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ നല്ല മസാല കോഴിയും തയ്യാറാവും. നല്ല മസാല കാടയാണ്. റൈസിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കാടയാണിത്. കാട നമ്മൾ മിക്കവാറും ഫ്രൈ ചെയ്തിട്ടായിരിക്കും കഴിക്കുക. കൂടുതൽ പേർക്കും അങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടും കുറച്ച് സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മസാലക്കാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.